ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലെ ആ ക്ലാസ് മുറിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ നേരിയ ഗന്ധമുണ്ടായിരുന്നു. പുതിയ സെമസ്റ്റർ തുടങ്ങുന്നതിന്റെ ആവേശത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. അവരുടെ പ്രൊഫസർ ജെറി യുൾസ്മാൻ വെറുമൊരു അധ്യാപകനായിരുന്നില്ല. പുസ്തകങ്ങൾക്കപ്പുറമുള്ള ജീവിത പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു വഴികാട്ടിയായിരുന്നു അദ്ദേഹം. അന്ന് പതിവ് പോലെ ഒരു ക്ലാസ് എടുക്കുന്നതിനു പകരം അദ്ദേഹം വിദ്യാർത്ഥികളുടെ മുന്നിൽ അസാധാരണമായ ഒരു വെല്ലുവിളി വെച്ചു. അദ്ദേഹം ക്ലാസ്സിനെ കൃത്യം രണ്ടായി വിഭജിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സെമസ്റ്ററിൽ നിങ്ങൾ ഒരേ സമയം ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഒരു വിഭാഗം ക്വാളിറ്റി ഗ്രൂപ്പും മറുവിഭാഗം ക്വാണ്ടിറ്റി ഗ്രൂപ്പും ആയിരിക്കും. വലതുവശത്തിരുന്ന വിദ്യാർത്ഥികളായിരുന്നു ക്വാളിറ്റി ഗ്രൂപ്പ്. അവരുടെ ചുമതല വലുതായിരുന്നു. ഈ സെമസ്റ്ററിൽ ഒരേയൊരു ഫോട്ടോ മാത്രം സമർപ്പിക്കുക. പക്ഷേ അതൊരു സാധാരണ ചിത്രമായിരിക്കരുത്. സാങ്കേതികമായും കലാപരമായും ഒരു കുറവുമില്ലാത്ത, ആരെയും അതിശയിപ്പിക്കുന്ന ഒരു മാസ്റ്റർ പീസ് ആയിരിക്കണം അത്. അവരുടെ ഗ്രേഡ് ആ ഒരൊറ്റ ചിത്രത്തിന്റെ പൂർണ്ണതയെ ആശ്രയിച്ചിരിക്കും. ഇടതുവശത്തിരുന്നവരായിരുന്നു ക്വാണ്ടിറ്റി ഗ്രൂപ്പ്. അവരുടെ ചുമതല ലളിതമായിരുന്നു. എത്രത്തോളം ഫോട്ടോകൾ എടുക്കാൻ കഴിയുമോ അത്രയും എടുക്കുക. അവരുടെ ഗ്രേഡ് ഫോട്ടോകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും. 100 ഫോട്ടോകൾക്ക് എ ഗ്രേഡ്, 90ന് ബി, അങ്ങനെ പോകും. ചിത്രങ്ങൾ എത്ര മോശമായാലും എണ്ണത്തിൽ കുറവ് വരരുത്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിദ്യാർത്ഥികൾ പിരിഞ്ഞു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ക്വാളിറ്റി ഗ്രൂപ്പിന്റെ ക്ലാസ് മുറിയുടെ ഭാഗം ശാന്തമായിരുന്നു. അവർ വലിയ വലിയ ഫോട്ടോഗ്രാഫി പുസ്തകങ്ങളിൽ മുഴുകി. ലോകോത്തര ചിത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒരു പെർഫെക്റ്റ് ചിത്രം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ക്യാമറകൾ അധികവും ബാഗുകളിൽ തന്നെ വിശ്രമിച്ചു. ഒരൊറ്റ ചിത്രം മാത്രം എടുക്കേണ്ടതുകൊണ്ട് ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഏറ്റവും മികച്ച ലൈറ്റ് വരട്ടെ, ഏറ്റവും മികച്ച ആശയം തോന്നട്ടെ എന്ന് കാത്ത് അവർ സമയം കളഞ്ഞു. പൂർണ്ണതയെക്കുറിച്ചുള്ള ചിന്ത അവരെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി. എന്നാൽ ക്വാണ്ടിറ്റി ഗ്രൂപ്പിന്റെ ഭാഗം ബഹളമായിരുന്നു. അവിടെ ക്യാമറയുടെ ക്ലിക്ക് ശബ്ദങ്ങൾ നിരന്തരം മുഴുകിക്കൊണ്ടിരുന്നു. അവർ ക്യാമ്പസിലും പുറത്തും 100 കണക്കിന് ചിത്രങ്ങൾ എടുത്തു. ഡാർക്ക് റൂമിൽ മണിക്കൂറുകളോളം ചിലവഴിച്ച് അവ പ്രിന്റ് ചെയ്തു. അവരെടുത്ത ആദ്യത്തെ ചിത്രങ്ങളിൽ പലതും മോശമായിരുന്നു. ചിലതിൽ വെളിച്ചം കൂടി, ചിലതിൽ ഫോക്കസ് തെറ്റി. പക്ഷേ അവർ അതോർത്ത് നിരാശരായില്ല. ഓരോ മോശം ചിത്രവും അവർക്ക് പുതിയൊരു പാഠമായിരുന്നു. ഓരോ തെറ്റിൽ നിന്നും അവർ അടുത്ത ചിത്രത്തിൽ എന്ത് തിരുത്തണമെന്ന് പഠിച്ചു. അവരുടെ കൈകൾക്ക് ക്യാമറയുടെ നിയന്ത്രണങ്ങൾ മനഃപ്പാഠമായി. കണ്ണുകൾക്ക് നല്ല ഫ്രെയിമുകൾ തനിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അവർ പെർഫെക്ഷനെ കുറിച്ച് ചിന്തിച്ചില്ല. അവർ തങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. സെമസ്റ്ററിന്റെ അവസാന ദിവസം. ക്വാളിറ്റി ഗ്രൂപ്പ് തങ്ങൾ ഏറെ ആലോചിച്ചെടുത്ത ഓരോ ചിത്രങ്ങളും അഭിമാനത്തോടെ പ്രൊഫസറുടെ മേശപ്പുറത്ത് വെച്ചു. ക്വാണ്ടിറ്റി ഗ്രൂപ്പ് ആകട്ടെ തങ്ങൾ എടുത്ത ഫോട്ടോകളുടെ വലിയ കെട്ടുകൾ ചുമന്നുകൊണ്ടുവന്നു. പ്രൊഫസർ യുൾസ്മാൻ ഓരോ ചിത്രങ്ങളിലൂടെയും കടന്നുപോയി. ക്ലാസ് മുറി നിശബ്ദമായി. ഒടുവിൽ അദ്ദേഹം ക്ലാസ്സിനെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം ആ സെമസ്റ്ററിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഒന്നൊന്നായി ഉയർത്തി കാണിക്കാൻ തുടങ്ങി. ഓരോന്നും ഒന്നിനൊന്നു മെച്ചം. അതിമനോഹരമായ കോമ്പോസിഷൻ, കൃത്യമായ ലൈറ്റിംഗ്, ആഴമുള്ള ആശയങ്ങൾ. ക്ലാസ് ഒന്നടങ്കം സ്തബ്ധരായി. കാരണം ആ വർഷത്തെ ഏറ്റവും മികച്ചതും സാങ്കേതികമായി ഏറ്റവും പൂർണ്ണതയുള്ളതുമായ എല്ലാ ചിത്രങ്ങളും വന്നത് ക്വാണ്ടിറ്റി ഗ്രൂപ്പിന്റെ വലിയ കെട്ടുകളിൽ നിന്നായിരുന്നു. അന്ന് പ്രൊഫസർ യുൾസ്മാൻ തന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച പാഠം ഇതായിരുന്നു: പൂർണ്ണതയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ക്വാളിറ്റി ഗ്രൂപ്പ് ഒരു മികച്ച ചിത്രത്തെക്കുറിച്ച് സ്വപ്നം കണ്ടപ്പോൾ ക്വാണ്ടിറ്റി ഗ്രൂപ്പ് 100 കണക്കിന് ചിത്രങ്ങൾ എടുത്ത് തങ്ങളുടെ കഴിവുകളെ സ്വയം മിനുക്കിയെടുത്തു. അറിവ് വരുന്നത് ചിന്തയിൽ നിന്നല്ല, പ്രവൃത്തിയിൽ നിന്നാണ്. തെറ്റുകൾ വരുത്തി അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് വിജയത്തിലേക്കുള്ള യഥാർത്ഥ വഴി. ജീവിതത്തിൽ ഒരു പുതിയ കാര്യം തുടങ്ങാൻ ഏറ്റവും മികച്ച നിമിഷത്തിനായി കാത്തിരിക്കരുത്. ആദ്യത്തെ ചുവടുവെപ്പ് പൂർണ്ണമാകണമെന്നും വാശി പിടിക്കരുത്. പ്രവർത്തിച്ചു തുടങ്ങുക, ആവർത്തിക്കുക, തെറ്റുകളിൽ നിന്ന് പഠിക്കുക. കാരണം ഗുണമേന്മയിലേക്കുള്ള വഴി എപ്പോഴും അളവിലൂടെയാണ് കടന്നു പോകുന്നത്.